നമസ്കാരം. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇങ്ങെത്തിക്കഴിഞ്ഞു. രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളിലാണ്. ജയപരാജയ സാധ്യതകൾ ചർച്ച ചെയ്യുന്നു മാധ്യമങ്ങളും ജനങ്ങളും. തുടർച്ചയായി 10 വർഷം പൂർത്തിയാക്കി തുടർഭരണത്തിന് അവസരം തേടി LDF തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നു. തുടർച്ചയായി 10 വർഷം ഭരണത്തിൽ നിന്ന് വിട്ടുനിന്ന UDFന് ഈ തെരഞ്ഞെടുപ്പിൽ വിജയം നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. തുടർച്ചയായി 3 വട്ടം കേന്ദ്രഭരണം കൈയാളിയിട്ടും കേരളത്തിൽ എടുത്തുപറയത്തക്ക നേട്ടമുണ്ടാക്കിയില്ല എന്ന വിമർശനത്തിന് ഈ തെരഞ്ഞെടുപ്പിലൂടെ മറുപടി പറയേണ്ട ബാധ്യതയുണ്ട് NDAക്ക്. അങ്ങനെ രാഷ്ട്രീയമായി ഏറെ പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പിൽ സമൂഹത്തിലെ വിവിധ തലത്തിലുള്ളവരുടെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുകയാണ് ക്യാബിനറ്റ് ചാനൽ കാഴ്ചപ്പാട് എന്ന പങ്ക്തിയിലൂടെ. 15ാം നിയമസഭയിൽ ഗവൺമെൻറ് ചീഫ് വിപ്പും കാഞ്ഞിരപ്പള്ളിയുടെ ജനപ്രതിനിധിയുമായ ഡോക്ടർ N. ജയരാജ് തൻ്റെ കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കുന്നു. നമസ്കാരം. 15ാമത് നിയമസഭ കാലാവധി പൂർത്തിയാക്കി 16ാം നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് അടുക്കുകയാണ്. 15ാമത്തെ നിയമസഭയിലെ ഗവൺമെൻറ് ചീഫ് വിപ്പായിരുന്നു താങ്കൾ. ഈ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തെ എങ്ങനെ വിലയിരുത്തുന്നു? സാർ, ഗവൺമെൻറ് 5 വർഷക്കാലത്തെ അല്ല, കഴിഞ്ഞൊരു 10 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ശേഷം കേരളത്തിലെ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. വികസന പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ ഈ സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങളുടെ രംഗത്തും സർക്കാരിൻ്റെ നല്ലൊരു കയ്യൊപ്പുണ്ടായി. അതുപോലെ ഇപ്പോൾ അടിസ്ഥാന മേഖലയിലുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടൊരു കാലഘട്ടമാണ്. നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മനുഷ്യന് സ്വന്തമായൊരു വീടാണ്. ആ വീട് നിർമ്മിക്കുന്ന കാര്യത്തിൽ എല്ലാം പരിപൂർണമായി പൂർത്തീകരിച്ചതല്ല, പക്ഷേ ഒരു വലിയ ആശയം മുമ്പോട്ട് വെച്ചു. ആശയത്തിൻ്റെ ഒരു വലിയ ഘട്ടം പൂർത്തീകരിച്ചു. ഒരുപാട് ആളുകൾക്ക് വീടില്ലാത്തവർക്ക് സ്വന്തമായ വീട് നൽകാനായിട്ട് കഴിയും. അതൊരു പ്രധാനപ്പെട്ട നേട്ടമാണ്. രണ്ടാമത് കേരളത്തിൻ്റെ ആരോഗ്യരംഗത്താണ്. നമ്മൾ നേരത്തെ തന്നെ ഒരു പ്ലാൻ ഒരു ദീർഘകാല അടിസ്ഥാനത്തിൽ തുടങ്ങി വെച്ച് നമ്മുടെ അടിസ്ഥാന മെഡിക്കൽ കോളേജുകളൊന്നുമല്ല ഞാൻ പറയുന്നത്, ഏറ്റവും സാധാരണക്കാർക്ക് ഏറ്റവും പെട്ടെന്ന് കിട്ടേണ്ട സേവനം അത് മികച്ച തരത്തിലാക്കി ഫാമിലി ഹെൽത്ത് സെൻ്ററുകളിലൊക്കെ മികച്ച സേവനത്തിലേക്ക് മാറാനായിട്ട് കഴിഞ്ഞു. സ്പെഷ്യാലിറ്റി ആശുപത്രികളെ മെഡിക്കൽ കോളേജുകളുടെ പഴയൊരവസ്ഥയല്ല. അപ്പോൾ അങ്ങനെ ആരോഗ്യരംഗത്ത് നമ്മൾ ഒരുപാട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പം നമ്മുടെ എല്ലാ ഇൻഡെക്സുകളും ഈ ഹെൽത്ത് ഇൻഡെക്സുകളിൽ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിനേക്കാളിലും നമ്മുടെ ഇൻഡെക്സിൽ നമ്മൾ ഏറ്റവും ഉയർന്ന തലത്തിലാണ്. ചില കാര്യങ്ങളിപ്പം ഈ മാതൃശിശു മരണനിരക്കിൻ്റെ കാര്യത്തിൽ നാഷണൽ ആവറേജിനേക്കാൾ നമ്മളാണ് ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത്. അപ്പം ആ രീതിയിൽ അടിസ്ഥാനപരമായ ഘടകങ്ങളിലെല്ലാം നന്നായിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയും. മൂന്നാമത്തെ കാര്യം വിദ്യാഭ്യാസ രംഗം. കാണുന്ന ഏറ്റവും വലിയൊരു മാറ്റം ഞാൻ കാണുന്നത് പണ്ട് 10 വർഷത്തിന് മുമ്പുണ്ടായ സ്കൂളുകളല്ല നമുക്ക് കാണാം. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഹൈടെക് സ്കൂളുകൾ മാത്രമല്ല, വലിയ 5 സ്റ്റാർ സ്കൂളുകളാണിപ്പോൾ. ആ രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു. മാത്രം അത് കെട്ടിടം പണിതു എന്നുള്ളത് മാത്രമല്ല, കെട്ടിടം ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത ഇത്രയും കാലത്തിനിടയിൽ അൺഎയ്ഡഡ് മേഖലയിലെ കുട്ടികൾ എയ്ഡഡ് മേഖലയിലേക്ക് സർക്കാർ സ്കൂളുകളിലേക്ക് വരുന്നത് അത്യപൂർവമായൊരു സംഭവമായിരുന്നു. ഇപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഫ്ലോ ഇപ്പോൾ ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കരിക്കുലത്തിനകത്തുണ്ടാക്കിയ മാറ്റങ്ങൾ. പണ്ട് പാഠപുസ്തകം കിട്ടുന്നതൊക്കെ ഏതെങ്കിലും ഒരു കാലത്താണ്. ഇന്ന് കൃത്യമായി പാഠപുസ്തകം അതിൻ്റെ ഭാരം കുറച്ചു. നമ്മുടെ പഠന രീതികളിൽ ഒരു നാഷണൽ ഇൻ്റർനാഷണൽ ലെവലിലൊക്കെ നമ്മുടെ ഒരു പെഡഗോഗിയിലൊക്കെ ഉണ്ടായ മാറ്റം, ഒരു പഠന രീതിയിലുണ്ടായ മാറ്റം, അതെല്ലാം കേരളത്തിൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ആ ചേഞ്ചിലേക്ക് നമ്മൾ മാറുക. ഞാൻ പൊതുവിദ്യാഭ്യാസം മാത്രം പറഞ്ഞപ്പോൾ ഹയർ എഡ്യൂക്കേഷനിലെ ഇന്ത്യയിലെ ഏത് യൂണിവേഴ്സിറ്റിയിലേക്കാളും നമ്മുടെ യൂണിവേഴ്സിറ്റികൾ മികച്ച തരത്തിലായി കഴിഞ്ഞു. നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ ഇപ്പോൾ ഇന്ന് നമുക്കറിയാം, ഈ പുതിയ തലമുറയിലെ കുട്ടികൾക്ക് അവർക്ക് നമ്മുടെ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാനായിട്ടുള്ള സംവിധാനങ്ങൾ, ഗവേഷണത്തിനുള്ള കൂടുതൽ സാധ്യതകൾ, പുതിയ കോഴ്സുകൾ, നമ്മുടെ ഒരു വലിയ രീതിയിൽ ഒരു റീസ്ട്രക്ചറിങ് യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം പുറത്തോട്ടുള്ള കേരളത്തിലെ ഒരു മൈഗ്രേഷൻ, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള മൈഗ്രേഷന് തടയിടാനായിട്ട് മറ്റൊരു മാർഗ്ഗവുമില്ല. ഇവിടെ തന്നെ ഒരു സെൽഫ് എംപ്ലോയ്മെൻറ്റ് സൃഷ്ടിക്കാനുള്ള സാഹചര്യം ഉണ്ടായി. കുട്ടികളെല്ലാം ഇവിടെ നിൽക്കും. അപ്പോൾ ഈ കാര്യത്തിൽ ഞാൻ സർക്കാരിനെ വിലയിരുത്തുന്നത് യഥാർത്ഥത്തിൽ ഈ നമ്മൾ 1-2 ദിവസങ്ങളോ അല്ലെങ്കിൽ ഒരു ചെറിയ ഷോർട്ട് പീരീഡിൽ കാണിക്കുന്ന ചില ഗിമ്മിക്സുകളല്ല, വളരെ പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള നമ്മളൊരു റിവിഷൻ
നമുക്ക് 10-15 വർഷം മുമ്പേക്കുള്ളൊരു വിഷൻ എന്നുള്ളൊരു ആശയത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ തന്നെ നമുക്കറിയാം സാറിന് നമ്മുടെ വീടുകളിലേക്കുള്ള നമ്മുടെ ഇൻകം ജനറേഷൻ, ഹൗസ് ഹോൾഡ് ഇൻകം ജനറേഷൻ്റെ കാര്യത്തിൽ ഓരോ വീടും എടുത്ത് നോക്കി. ഇപ്പോൾ 1000 രൂപ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ 1000 രൂപയുള്ളൂ എന്ന് ചോദിച്ചാൽ അതല്ല, അതിൻ്റെ സർക്കുലേഷൻ ഓഫ് മണി. നമ്മൾ എക്കണോമിക്സ് ആയിരുന്നുകൊണ്ട് പറയുകയാണ്, മണി സർക്കുലേഷൻ ഉണ്ടാകുമ്പോൾ 1000 രൂപ മാർക്കറ്റിലേക്ക് വരികയാണ്. ഈ ഒരു ഇൻഫ്ലോ ശരിക്കും പറഞ്ഞാൽ നന്നായി സംഭവിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് മേഖലകളിലുള്ള ആൾക്കാർ, ഇപ്പം നമ്മുടെ പെൻഷൻ്റെ കാര്യത്തിലാണെങ്കിലും ആശാ വർക്കർമാർ അല്ലെങ്കിൽ അംഗനവാടി അധ്യാപകർ, ഇവരുടെ എല്ലാം വേതനത്തിനകത്തുണ്ടായ വർധനവ് കഴിഞ്ഞ 600 രൂപയിൽ നിന്ന് 2000-ലേക്ക് എത്തി. 1400 രൂപയുടെ വർധനവ് ആ രംഗത്തുണ്ടായിട്ടുണ്ട് ഇത്രയും ചെറിയ കാലയളവിൽ. അപ്പോൾ മാത്രമല്ല, ഇതെല്ലാം സംസ്ഥാനത്തിൻ്റെ ഇതിനെ നന്നായിട്ട് എക്കോണമിയെ സ്ട്രെങ്തൻ ചെയ്യുന്ന കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സാറേ, അതിൻ്റെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് കാര്യത്തിൽ ബാലഗോപാലൻ മിനിസ്റ്ററോടുള്ള ഞാൻ തുറന്ന് പറയാം, സത്യസന്ധമായുള്ള കാര്യം പറയും. ഇവർ ട്രഷറി അടച്ചില്ല, ആരുടെയെങ്കിലും കുറച്ച് കാലത്തേക്കുള്ള പേയ്മെൻറ്റ് ചെറിയ മാറ്റം വരുത്തിയാൽ അതെല്ലാം തിരിച്ചു കൊടുത്തു. ഈ വികസനത്തിലെല്ലാം പണമുണ്ടായി. അത് ചെറിയ വികസനമല്ലോ, കോടികളുടെ വികസനമല്ലേ. അപ്പോൾ ഇതിനെല്ലാം അപ്പം ശരിക്കും പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു ഫിനാൻസ് മിനിസ്റ്ററായിട്ട് ഞാൻ കാണുന്നതിൽ ഒരാൾ ബാലഗോപാൽ മിനിസ്റ്ററാണ്. കാരണം വെച്ചാൽ ഉള്ള കാര്യം പറയും. കേരളം കടക്കുണിയിലാണെന്ന് ഇടതുപക്ഷം പറയുന്നത്. ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കും ഈ പ്രശ്നമുണ്ട്, അഡ്വാൻസ് രാജ്യങ്ങളെല്ലാം. നമ്മൾ കേരളം മാത്രമല്ലല്ലോ. കാരണം സർക്കാർ ബേസിക്കുള്ള പ്രശ്നം വെച്ചാൽ വ്യക്തിയും കുടുംബവും സർക്കാരും തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം വ്യക്തിക്ക് കടമെടുത്ത് പോകുന്നതിന് ഒരു ലിമിറ്റുണ്ട്. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തുടർച്ചയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കടമെടുക്കുക, കാര്യങ്ങൾ ആ സമയത്ത് നടത്തുക. ഇപ്പോൾ കിഫിയെക്കുറിച്ച് വലിയ ആക്ഷേപമുണ്ട്. കിഫിയുടെ യഥാർത്ഥത്തിലുള്ള കൺസെപ്റ്റ് എന്താ സാർ? ഇന്ന് നാളെ 10 വർഷം കഴിഞ്ഞ് നടക്കേണ്ട ഒരു പ്രോജക്റ്റ് ഇന്ന് നമ്മൾ കടമെടുത്താണേലും മറ്റ് സോഴ്സിലൂടെ നടപ്പാക്കുക എന്നുള്ളതാണ്. കേരളത്തിൻ്റെ ബഡ്ജറ്റ് വളരെ ചെറുതല്ലേ. മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് നോക്കിയോ നമ്മുടെ ബഡ്ജറ്റിൻ്റെ വോളിയം വളരെ കുറവാണ്. ഈ വോളിയത്തിൻ്റെ പേരിൽ നമുക്കെന്നും ദാരിദ്ര്യം പറഞ്ഞുകൊണ്ട് ഒന്നും നടക്കില്ല, കാശില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ അവിടെയാണ് ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ ആശയം ശരിക്കും പറഞ്ഞാൽ നമ്മൾ കടമെടുക്കുമ്പോൾ ഒരു പാലം പണിയുമ്പോൾ സാറേ ഇന്ന് 10 ലക്ഷം രൂപയുടെ ഒരു പാലം, ആ പാലം നാളെ നമ്മൾ 10 വർഷം കഴിഞ്ഞ് പണിയാൻ ചിലപ്പോൾ 20 ലക്ഷം ആകും. പക്ഷേ ഇന്ന് കടമെടുത്ത ആ പാലം പണിതാൽ ആ 10 ലക്ഷത്തിൻ്റെ ചിലവേ വരുന്നുള്ളൂ. നമ്മളിത് കണക്കാക്കി കൂട്ടിക്കഴിഞ്ഞാൽ മാത്രമല്ല ബെനിഫിറ്റ് നേരത്തെ കിട്ടും. ഒരു കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് നടത്തിയാൽ ചിലവിൻ്റെ കാര്യത്തിലാണെങ്കിലും ബെനിഫിറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മുടെ ഇപ്പോഴത്തെ ഒരു അടിസ്ഥാനപരമായ ആവശ്യം നമ്മൾ നിർവഹിച്ചു. പിന്നെ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നൊരു പ്രക്രിയയാണ്. അല്ലാതെ കേരളത്തിലെ ഹൈവേ നടക്കും, ഇപ്പം നമ്മുടെ ശബരിപാത നടക്കും, നമ്മുടെ വിമാനത്താവളത്തിന് ഫണ്ടുണ്ടോ? ഈ ഹ്യൂജ് പ്രോജക്ട്സ് എല്ലാം എടുക്കാനായിട്ട് ഗവൺമെൻറ് പ്രാപ്തമാക്കിയത് കിഫിയുടെ വലിയ ഫണ്ടിങ്ങും ഉണ്ട്. ഇപ്പോൾ ഈ മണ്ഡലത്തിൽ തന്നെ നമുക്ക് PM&BC റോഡുകളല്ലേ ഉള്ളൂ, പഴയ ടാറിങ് ഇല്ലല്ലോ, എല്ലാം കോടികൾ മുടക്കിയുള്ള ടാറിങ്ങാണ്. അതിൻ്റെ ഗുണം എന്താ? PM&BC ചെയ്ത 5 വർഷത്തേക്ക് തന്നെ തിരിച്ച് നോക്കണ്ട, മറ്റേത് എല്ലാ വർഷവും പൊളിഞ്ഞുകൊണ്ടിരിക്കും. കൂട്ടി നോക്കിയാൽ ലാഭം ഇതാ, ഒരു ലോങ് ടൈമിൽ ഇത് ലാഭം ഇതാ. അപ്പോൾ ഈ ഒരു കാഴ്ചപ്പാട് ഞാൻ സർക്കാരിൻ്റെ മറ്റു രീതിയിലല്ല, ഒരു ദീർഘവീക്ഷണം എന്ന് പറയുന്ന ഒരു ഗവൺമെൻറ് ആവശ്യമുണ്ട്. എല്ലാ മേഖലയും ഞാൻ സ്പർശിച്ചല്ല, പക്ഷേ ആ ദീർഘവീക്ഷണം യഥാർത്ഥത്തിൽ ഗവൺമെൻറ്റിനുണ്ട്. അല്ലാതെ ഇന്നോ ഇന്നലെയോ അല്ലെങ്കിൽ നാളെയോ അല്ലെങ്കിൽ 5 വർഷം കഴിഞ്ഞായിട്ട് ഇറങ്ങിപ്പോകുമ്പോൾ ഇത്രയും കാര്യം ചെയ്തേച്ച് പോയി എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഒരു വലിയ അടിത്തറ സ്ഥാപിച്ച ആദ്യം അതിനകത്തിന് ഒരു കാര്യമുണ്ട് സാർ. ആദ്യത്തെ 5 വർഷം ഒരു ബേസിക് ഫൗണ്ടേഷൻ ഉണ്ടാക്കി, വിദ്യാഭ്യാസത്തിലാണെങ്കിൽ കെട്ടിടങ്ങൾ പിന്നെ പുറകെ സംഗതികൾ വന്നു. അപ്പോൾ അങ്ങനെ 2 ഘട്ടങ്ങളായിട്ട് യഥാർത്ഥത്തിൽ കേരളത്തിൽ വളരെ ഒരു നല്ല വിഷനോടെ സർക്കാരിന് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഈ അടിത്തറ ഇട്ടു അതിൽ പ്രവർത്തനം. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലെ ഒരു പ്രധാന മുദ്രാവാക്യം തീർച്ചയായും ഇതിനൊരു തുടർച്ച ഉണ്ടാവുക എന്നതായിരിക്കുമല്ലോ. അതിനകത്തുള്ള പ്രശ്നം നമ്മുടെ ഒരു ചില കാര്യങ്ങൾ ഇങ്ങനെ മൈൻഡ് സെറ്റിൽ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. കേരളത്തിലെന്നും ഒരു സർക്കാർ വന്നാൽ അടുത്ത ടൈം വേറെ സർക്കാരായിരിക്കണം. അങ്ങനെ നമ്മളിങ്ങനെ ഈ പറഞ്ഞ് നമ്മളങ്ങനെ നമ്മുടെ മനസ്സിനെ മാറ്റിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഭരണ തുടർച്ച എന്ന് പറയുന്നത് കൊണ്ടാണ് ഇത്. അല്ലെങ്കിൽ അടുത്തൊരു ഗവൺമെൻറ് മാറി വരട്ടെ, ഈ ഗവൺമെൻറ് മാറി വരുമ്പോൾ ഈ പ്രോജക്റ്റുകളിൽ പലതും വേണ്ടാന്ന് പറയും. ഓരോ സർക്കാരിൻ്റെ ഡിസ്ക്രിപ്ഷനാണ്.
പല പദ്ധതികളും പലപ്പോൾ ഇതോടെ പാതി അടച്ചു പോകും. ഞാൻ കേരളത്തിൻ്റെ ബഡ്ജറ്റുകളെക്കുറിച്ചാണ് എൻ്റെ ഗവേഷണം നടത്തിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ 74 ഈ ബഡ്ജറ്റിൻ്റെ ഈ ഘടന മാറുന്നത് 75. അതുകൊണ്ട് ഞാൻ 74 തൊട്ടാണ് ഞാൻ 2005 വരെയുള്ള കേരളത്തിൻ്റെ ബഡ്ജറ്റുകളുടെ എക്സ്പെൻഡിച്ചർ റവന്യൂ പാറ്റേണെ കുറിച്ചായിരുന്നു എൻ്റെ റിസർച്ച്. ഞാൻ കണ്ടൊരു പ്രത്യേകത അതിനകത്ത് ഒരുപാട് കാര്യമുണ്ട്. വളരെ രസകരമായി പോയപ്പോഴേ അതും ഒരു റിസർച്ചിനുള്ള സാധ്യതയാണ്. പല പ്രോജക്റ്റുകൾ നടപ്പാക്കും, ഒരു സർക്കാർ ഡിക്ലെയർ ചെയ്യും. അത് കഴിഞ്ഞ് അടുത്ത സർക്കാർ വരുമ്പോൾ വേറൊരു സർക്കാരാണ് വരുന്നത്, വേറൊരു സ്വഭാവമുള്ള സർക്കാരാണ് വരുന്നത്. ഇത് പകുതി ചെയ്യണം വേണ്ടാന്ന് വെക്കും. അത്ര ഇൻവെസ്റ്റ്മെൻ്റ് അവിടെ പോവുക. പാതി വഴി ഉപേക്ഷിച്ച കേരളം മുഴുവൻ പരിശോധിച്ചു, കഴിഞ്ഞ 10-30 വർഷക്കാലം പരിശോധിച്ചാൽ ഈ മുന്നണികൾ മാറി മാറി ഭരിച്ചുകൊണ്ടായ ഏറ്റവും വലിയ അപകടം തുടർച്ചയായ വികസന പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. അതൊരു സത്യമാണത്. ഒരു കമ്പാരിറ്റീവ് അനാലിസിസ് നടത്തിയാൽ ഏറ്റവും വലിയ നഷ്ടമുണ്ടായിരുന്നത് സംസ്ഥാനത്തിലാണ്. കാരണം വെച്ചാൽ പിന്നെ വരുന്നവർ വേറൊരു ആശയമായിട്ട് വരും. ഈ വരുന്നവരുടെ ആശയം പിന്തുടർന്നാൽ നമുക്കെന്തോ നാണക്കേടാണ് ധാരണ. നമ്മുടെ ഒരു ബേസിക് സ്വഭാവം ഇത് മലയാളിയുടെ. കാരണം മറ്റൊരാൾ കൊണ്ടുവന്ന ആശയം ഞാനങ്ങനെ നടപ്പാക്കുന്നത് അങ്ങനല്ല. ഒരു ദീർഘവീക്ഷണമുള്ള പ്രോജക്റ്റാണ് മുമ്പോട്ട് കൊണ്ടുപോകണം. യഥാർത്ഥത്തിൽ കിഫി എന്ന് പറയുന്നത് മാണിസാറിൻ്റെ പ്രോജക്റ്റാണ്. മാണിസാറാണ് കിഫി എന്ന് പറയുന്ന കേരള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ബോർഡ് എന്ന് പറയുന്നൊരു ബോർഡ് ഞാൻ പ്രഖ്യാപിക്കുന്നത് 2016 ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചതാണ്. 14 ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചു. 2016 ഈ ഗവൺമെൻറ് വന്നു കഴിഞ്ഞാൽ, പുതിയ ഗവൺമെൻറ് വന്നു കഴിഞ്ഞാൽ തോമസ് ഐസക് അത് ഏറ്റെടുത്തു. അതുകൊണ്ട് എന്ത് മെച്ചമുണ്ടായി? ഈ തുടർച്ച കേരളത്തിലുണ്ടാകണം. അല്ലാതെ നമ്മളപ്പം കാണുന്ന രാഷ്ട്രീയ കാലാവസ്ഥയും വേറെ ചില സമവാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന കാര്യം കേരളം പുറകോട്ട് പോകും. ഇപ്പം തന്നെ ഞാൻ രാഷ്ട്രീയം പറയുകയല്ല, ഇപ്പം തന്നെ പ്രതിപക്ഷം പറഞ്ഞാൽ എന്താ, ഞങ്ങൾ വന്നാൽ ഈ പദ്ധതി ഉപേക്ഷിക്കും, ഞങ്ങൾ വന്നാൽ ആ പദ്ധതി ഉപേക്ഷിക്കും. ഈ ഉപേക്ഷിക്കുന്നതിനെക്കുറിച്ചല്ല, ഞങ്ങൾ സ്വീകരിക്കുമെന്ന് ആരും പറയുന്നില്ല. അത് ഞങ്ങൾ സ്വീകരിക്കും, നല്ലൊരാശയമാണ്, അത് നമ്മൾ സ്വീകരിക്കുന്നു. സാറേ, ഇന്ന് അക്ഷയ സെൻറ്റർ എന്ന് പറയുന്ന സംഭവം ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, മലപ്പുറം ജില്ലയിലെ ഒരു ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കിയ ചെറിയൊരു പദ്ധതിയാണ്. ഇന്ന് കേരളം മുഴുവൻ ഏറ്റെടുത്തിരുന്നത്. അപ്പോൾ ഈ മാറ്റം യഥാർത്ഥത്തിൽ അപ്പോൾ തുടർച്ച വരുമ്പോൾ ഉണ്ടാകുന്നൊരു മെച്ചം ഇതാണ്. അതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. സാർ പറഞ്ഞതിൽ സമ്പദ് വ്യവസ്ഥ ചലനാത്മകമായി എന്ന് പറയുന്നത്, അതിൽ എല്ലാ വിഭാഗം ജനങ്ങളും ഉൾപ്പെടുത്തി ഒരു ചലനാത്മകത, എല്ലാ വിഭാഗങ്ങളിലേക്കും സമ്പത്തെത്തുന്നത് ശരിയായ സാമ്പത്തികത്തിൻ്റെ ഒരു വികേന്ദ്രീകരണം നടന്നു കഴിഞ്ഞത്, അത് ഒരല്പം കൂടി ഒന്ന് വിശദീകരണം അറിയിക്കുന്ന ഒരു കാര്യമായിട്ട് തോന്നുന്നു. സാർ, അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പലപ്പോഴും നമ്മുടെ ഒരു ബഡ്ജറ്റിൻ്റെ ഒരു പൊതുവായ ഒരു സ്വഭാവം കണ്ടു കഴിയുമ്പോഴേ ബഡ്ജറ്റ് അലോക്കേഷൻ്റെ ഒരു നേച്ചർ, ഞാനൊരു ഉദാഹരണം പറയാം. നമ്മൾ സ്പോർട്സ് രംഗത്ത് ഏറ്റവും കുറച്ച് പൈസ വെക്കുന്ന സംസ്ഥാനമാണ് കേരളം വർഷങ്ങളായിട്ട്. ഈ പ്രാവശ്യം നമ്മൾ വെച്ചിരിക്കുന്ന 690 കോടി രൂപയാണ്. പക്ഷേ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സ്പോർട്സിന് ഇത്ര പ്രാധാന്യം കൊടുത്തത്. അപ്പോൾ അവഗണിക്കപ്പെടുന്ന മേഖലകൾ കൃത്യമായി കണ്ടെത്തുന്നു. കൾച്ചർ, മറ്റൊരു ഉദാഹരണം സാംസ്കാരികത്തിനൊക്കെ ഫണ്ട് എപ്പോഴും വളരെ കുറവാണ്. ഈ പ്രാവശ്യം സാംസ്കാരികത്തിന് വെച്ചിരിക്കുന്ന എമൗണ്ട് വളരെ കൂടുതലാണ്. അപ്പോൾ ഇതെല്ലാം അവഗണിക്കപ്പെടുന്ന ചില മേഖലകൾ, അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന മേഖലകളെ 1. 2, ആദിവാസികൾ, അതോടൊപ്പം തന്നെയുള്ള മറ്റ് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾ, അവർക്ക് വേണ്ടിയുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അലോക്കേഷൻ വന്നൊരു കാലഘട്ടമാണ്. ഒരു ക്ഷീരമേഖല, കേരളത്തിൻ്റെ ആ കണക്കെടുത്ത് നോക്കിയാൽ കാണാം, ക്ഷീരമേഖലയ്ക്ക് ഇത്രയും അലോട്ട്മെൻറ്റ് വന്നൊരു കാലമില്ല. നമ്മൾ കൃഷിയെന്ന് പറയുമ്പോൾ ഇതെല്ലാം അനുബന്ധമാണ്. അപ്പോൾ ആ ഒരു മാറ്റം യഥാർത്ഥം ഉണ്ടായിട്ടുണ്ട്. വ്യാവസായിക മേഖലയിൽ ഇതുവരെ ഉണ്ടാകാത്ത ഒരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് പല മേഖലകളിലും. നമ്മൾ പ്രൈവറ്റ് മേഖലയാണ്, പക്ഷേ കേരളത്തിലൊരു എന്താ പറയുന്നത്, ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ രൂപപ്പെടുത്തി. ഇന്നിങ്ങോട്ട് കേരളത്തിലേക്ക് വരാൻ വ്യവസായികൾ തയ്യാറാകുന്നതാണ്. ഇവിടെ സമരങ്ങളില്ല, പ്രശ്നങ്ങളില്ല. കേരളം കുറേ കൂടി സൗഹൃദപൂർണ്ണമായൊരു അന്തരീക്ഷമാണെന്ന് വരുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നു. ഇപ്പം വികസനമെന്ന് ഞാൻ പറഞ്ഞത് സർക്കാർ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമല്ല, പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റേയും കൊണ്ട് നോക്കുമ്പോൾ വലിയൊരു മാറ്റമാണ് ഈ രംഗത്തുണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മളെ പുറമേ കാണുന്ന വലിയ വികസനത്തിനപ്പുറത്തേക്ക് അടിസ്ഥാന മേഖല, ഞാൻ നേരത്തെ പറഞ്ഞ വീടില്ലാത്തവർക്ക് വീട്, പെൻഷനാനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ചു, അതോടൊപ്പം തന്നെ ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിച്ചു, ശമ്പളത്തിൻ്റെ കാര്യത്തിൽ ശമ്പളം വളരെ പുറകോട്ടുള്ള ആളുകളുടെയൊക്കെ ശമ്പള സ്കെയിലുകളിൽ ആവശ്യമായിട്ടുള്ള വർധനവ് വരുത്തി, എംപ്ലോയ്മെൻറ്റിൻ്റെ കാര്യത്തിനകത്തൊരു പക്ഷേ ഇത്രയും കാലത്തിനിടയിൽ ഇത്രയും PSC അപ്പോയിൻമെൻറ്റ് നടത്തിയിട്ടുള്ളൊരു കാലഘട്ടമില്ല, ഇത്രയും പോസ്റ്റ് ക്രിയേഷൻ നടത്തിയിട്ടുള്ളൊരു കാലഘട്ടമില്ല. ഈ കാര്യത്തിലൊക്കെ എല്ലാം കൂടെ ഒരു തുടർച്ചയായിട്ടാണ് ഞാൻ പറഞ്ഞ വികസനത്തിൻ്റെ കാര്യത്തിൽ സർക്കാർ നമ്മൾ കാണുന്നതിനൊക്കെ അപ്പുറത്തുള്ളൊരു വികസന കാഴ്ചപ്പാടുണ്ട്. പക്ഷേ ഇതെല്ലാം ജനങ്ങളിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ അവസ്ഥ.
ഇവിടെ വികസനം ചർച്ച ചെയ്യുന്നില്ല. എന്തുകൊണ്ടാവാം അത്? രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരം കൊണ്ടാവും. അല്ല, അതാണ് നമ്മുടെ ഒരു മുമ്പേ പറഞ്ഞ പോലെ നമ്മുടെ ഒരു മൈൻഡ് സെറ്റിൻ്റെ പ്രശ്നമാണ്. നമ്മളെ വാർത്തകൾ, ഇപ്പോൾ മീഡിയയിൽ വരുന്ന വാർത്തകളിൽ എന്നോടൊരാൾ പറഞ്ഞൊരു കാര്യം, ഈ വിദേശ മാധ്യമങ്ങളിൽ ഒരു നോബൽ പ്രൈസ്, ഇപ്പോൾ ഫിസിക്സിന് നോബൽ പ്രൈസ് പ്രഖ്യാപിച്ചാൽ അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഹെഡ്ലൈൻ വരുന്നത് ഇന്നയാളിന് നോബൽ പ്രൈസ് കിട്ടിയെന്ന് പറഞ്ഞാൽ ഒരു എവിടെയെങ്കിലും അത്തരം ഒരു വാർത്ത നമ്മുടെ സാധാരണ കേരളത്തിലോ അല്ലെ ഇന്ത്യയിലെ മാധ്യമങ്ങളിൽ വരുന്നത് ഏതെങ്കിലും ഒരു ചെറിയ അറ്റത്ത് നോബൽ പ്രൈസ് ഇന്നയാളിന് പങ്കിട്ടെടുത്തു എന്ന് പറയുന്നത് ചെറിയൊരു വാർത്തയാണ്. കാരണം നമുക്കതിനെക്കാട്ടിൽ താല്പര്യമുള്ള വിഷയം ഏതെങ്കിലും സ്ഥലത്ത് ഇന്ന ബാങ്ക് അവിടെ അട്ടിമറി നടന്നു, അല്ലെങ്കിൽ അത് നടന്നു ഇത് നടന്നു എന്ന് പറയുന്ന വാർത്തയാണ്. മലയാളിയുടെ ഒരു പൊതു സ്വഭാവത്തിനെ രൂപപ്പെടുത്തുന്ന രീതിയിലുള്ളൊരു മാധ്യമ പ്രവർത്തനവും ഒക്കെ തന്നെ കേരളത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അത് പക്ഷേ കോമ്പറ്റീഷൻ കൊണ്ടായിരിക്കാം. അത് മലയാളിക്ക് അത് വായിക്കാൻ താല്പര്യം അല്ലെങ്കിൽ കേൾക്കാൻ താല്പര്യമുള്ളത് കൊണ്ട് മാത്രം അത് അടിച്ചേൽപ്പിക്കപ്പെടുന്നതും കൂടെ ആവാം. അത് ഞാൻ പറഞ്ഞത് സാർ, ഞാൻ എന്ത് വായിക്കണമെന്നും ഞാൻ എന്ത് കേൾക്കണമെന്നും ഇന്ന് തീരുമാനിക്കുന്നത് ഞാനല്ല, എന്നെ പുറത്തു നിന്നുള്ളൊരു ബാഹ്യ ഘടകങ്ങളാണ്. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്നെ ഞാൻ അങ്ങനെ അങ്ങ് ആക്കി തീർക്കുകയാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ ഞാൻ പറയാം, സ്വർണ്ണക്കള്ളം ഞാൻ കുറ്റപ്പെടുത്തി പറയില്ല, അതൊരു കേരളത്തിൽ നടന്നൊരു സംഭവത്തിനെ ഗവൺമെൻറ്റും കോടതിയും ഇടപെട്ട് അതിൻ്റെ ഇടപെടൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിരന്തരമായി നമ്മൾ ഈ രാജ്യത്ത് നടന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം സ്വർണ്ണക്കൊള്ള. ഒന്നാമത് വാക്കിൻ്റെ പ്രയോഗം തന്നെ, ഇത് കൊള്ള എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയാം, ആ ഭാഷയുടെ ഈ മാധ്യമ ഭാഷയിൽ പോലും മാറ്റം വന്നത്. കൊള്ള എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വലിയൊരു ആക്രമണവും അതിനോടനുസരിച്ചുള്ള ഒരു പഴയ കാലത്തുള്ള കവർച്ചയും ഒക്കെയാണ്. ഇത് 1 2 അല്ലെങ്കിൽ 10 വ്യക്തികൾക്കിടയിൽ നടന്നൊരു സംഭവമായിട്ട് ബന്ധപ്പെട്ടതാണ്. പക്ഷേ അത് മാത്രമായി രാവിലെയും വൈകുന്നേരവും ചർച്ച ചെയ്യുന്ന ഒരു സമൂഹം കേരളത്തിലല്ലാതെ എവിടെയുള്ള, ഞാൻ കുറ്റപ്പെടുത്തി പറയല്ല, നമുക്ക് ഒരുപാട് വിഷയങ്ങൾ വേറെ നമ്മുടെ മുമ്പിലുണ്ട്, അതെല്ലാം തിരസ്കരിക്കപ്പെടുകയാണ്. ഞാനൊരു ഉദാഹരണം പറയാം. കേരളത്തിൽ ഏതെങ്കിലും ഒരു വാർത്താ മാധ്യമത്തിൽ വന്നു, ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് വെച്ചിരിക്കുന്ന മറ്റൊരു മേഖലയാണെന്ന് വെച്ചാൽ നമ്മുടെ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുടെ സ്കൂളുകൾക്ക് 42 കോടി രൂപയാണ് ഗവൺമെൻറ് അനുവദിച്ചത്. എവിടെയും ചർച്ച ചെയ്യപ്പെട്ടു. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ ഒരിക്കലും ജനത്തിന് മുമ്പിൽ വരുന്നില്ല. പക്ഷേ നിയമസഭയിലും ജനപ്രതിനിധികളൊക്കെ ഇതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് അവരിത് ഹൈലൈറ്റ് ചെയ്ത് എപ്പോഴും നിയമസഭയിൽ പറയും, സർക്കാർ ആ കാര്യത്തിൽ നിലപാടെടുത്തു. ഞാൻ പറഞ്ഞത് ഇത്തരം അടിസ്ഥാന പ്രശ്നങ്ങൾ ഒരിക്കലും കേരളത്തിൽ അതിന് വ്യൂവേഴ്സ് ഇല്ല. ഞാൻ ഏത് മാധ്യമമാണെന്ന് പറയുന്നത്, എൻ്റെ ഒരു മാധ്യമ സുഹൃത്തിനോട് ഒരു നല്ല പ്രോഗ്രാം അവർ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ പ്രോഗ്രാം ഇന്ന് കാണുന്ന ഒരാളായിരുന്നു, എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. ഒരു സാംസ്കാരിക പരിപാടിയാണ്. അതിടയ്ക്ക് അങ്ങ് നിർത്തിയ ഒരു ദിവസം ഞാൻ ഉടനെ ചോദിച്ചു, അപ്പോൾ ഞാൻ ട്രിവാൻഡ്രത്ത് വെച്ച് കണ്ടപ്പോൾ ചോദിച്ചു, നിങ്ങളെന്താ ഇത് നിർത്തിയത്? നല്ല പരിപാടിയായിരുന്നു, സാറിനെ പോലെ 10 പേരെ കാണാനുള്ളൂ, സാറെ വ്യൂവേഴ്സ് ഇല്ലാത്ത പരിപാടി കൊണ്ട് എങ്ങനെ ഓടാനാണ് ഈ സാധനം? ഞങ്ങൾക്ക് വേറെ സാധനം കൊടുത്തേ പറ്റത്തുള്ളൂ. ഇതാണ് സംഭവിച്ചത്. അതിനകത്ത് മാധ്യമങ്ങളെ മാത്രമല്ല, നല്ല പരിപാടികൾ ആസ്വദിക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് കൂടെ നമ്മൾ മാറുന്നില്ല. അതൊരു പ്രശ്നമാണ് സാറേ. അതുകൊണ്ടാണ് പല പ്രധാനപ്പെട്ട കാര്യങ്ങളും ബേസിക് ഇഷ്യൂസ് ചർച്ച ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ നമ്മളുടെ ഈ തിരഞ്ഞെടുപ്പിൽ തീർച്ചയായും വികസനം ഒരു പ്രധാനപ്പെട്ട വിഷയമായിരിക്കും. അതോടൊപ്പം തന്നെ ഒരു ജനാധിപത്യ രീതിയിൽ നടക്കുന്ന ഒരു തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം തീർച്ചയായും വിഷയമായിരിക്കുമല്ലോ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, പേരിൽ തന്നെ ഇടതുപക്ഷവും അതേസമയം ജനാധിപത്യ മുന്നണിയുമാണ്. ഈ ഇടതുപക്ഷ കാഴ്ചപ്പാട്, രാഷ്ട്രീയത്തിലെ ഈ ഇടതുപക്ഷ കാഴ്ചപ്പാട് മുൻനിർത്തിക്കൊണ്ട് ഈ തിരഞ്ഞെടുപ്പിൽ സ്വീകരിക്കുന്ന ഒരു രാഷ്ട്രീയം എന്തായിരിക്കുമെന്നാണ് സാറ് കരുതുന്നത്? സാർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇടതുപക്ഷ മുന്നണി എന്ന് പറയുന്നത് പല കക്ഷികൾ ചേർന്ന ഒരു സംവിധാനമാണ്. സ്വാഭാവികമായിട്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കഴിഞ്ഞ ആദ്യഘട്ടത്തിൽ തന്നെ 2 കാര്യങ്ങൾ മുമ്പോട്ട് വെച്ചു. ഒരു പ്രകടന പത്രിക നമ്മൾ ഇറക്കി, നമ്മൾ ഇന്ന കാര്യങ്ങൾ ചെയ്യും. സാറിനറിയാമല്ലോ, ആദ്യത്തെ തന്നെ ഘട്ടത്തിൽ ഗവൺമെൻറ് 1ാം ഘട്ടത്തിൽ തന്നെ അവസാനത്തിൽ തന്നെ എണ്ണവിട്ട് പറഞ്ഞു, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായി നടപ്പാക്കി. ഒരു പക്ഷേ ലോകത്ത് ഏതെങ്കിലും ഗവൺമെൻറ് പ്രോഗ്രസ് റിപ്പോർട്ട് ഇറക്കാറുണ്ടോ? ഇല്ല. ജനങ്ങളുടെ മുമ്പിൽ വളരെ കൃത്യമായി തന്നെയാണ് ജനങ്ങളെ കേൾക്കാൻ തയ്യാറാകുന്നു. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഒക്കെ നേതൃത്വത്തിൽ നടന്ന ഈ സന്ദേശ പരിപാടികളൊക്കെ തന്നെ ജനങ്ങൾ, കാരണം ഞാനതിനകത്തൊരു ദൃക്സാക്ഷിയായ കാര്യം കൂടെ പറയാം. ഈ മുഖ്യമന്ത്രിയുമായി നടത്തിയ മുഖാമുഖ പരിപാടിയുടെ ഏറ്റവും റിസൾട്ട് ഉണ്ടായത് കേരളത്തിലെ പല നിയമങ്ങളെയും കാലഘട്ടപ്പെട്ടതാണ്. ആവശ്യമില്ലാത്ത ഒരുപാട് നിയമങ്ങൾ പണ്ടൊക്കെ ഉണ്ടാക്കി വെച്ചത് എടുത്തുകളാം. മനുഷ്യർക്ക് ഒരുപാട് സേവനം കൃത്യമായി കിട്ടുകയില്ല.
ഒരപേക്ഷ കൊടുത്താൽ 6 മാസം 1 വർഷം 1.5 വർഷം നോക്കിയിരിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ട് വ്യവസായ മേഖലയിലേക്ക് ഒരാൾ തുടങ്ങാൻ പോകുന്ന ബാങ്ക് ലോൺ എടുത്തുകൊണ്ട് നിന്ന് കാലമെടുത്താൽ ഇത് തീരുകയില്ല. ഇതൊക്കെ പലപ്പോഴും സർക്കാരിന് മുമ്പിലേക്ക് പലപ്പോഴും ഇതുമായി ബന്ധപ്പെട്ടവർ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ തന്നെ ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. ആ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം നമ്മൾ 15 ദിവസത്തിനുള്ളിൽ ലൈസൻസ് കിട്ടിയില്ലേ അയാൾക്ക് തുടങ്ങാം. അയാളത് കഴിഞ്ഞ് കൺഫർമേഷൻ ആ ഉദ്യോഗസ്ഥനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുകയില്ല. ഒരു 5 ഏക്കറുള്ള ഒരുത്തൻ 5 ലക്ഷം രൂപ കടമെടുത്താൽ ഈ ബാങ്കുകാരൻ വന്ന് മൊത്തത്തിൽ ഇതെല്ലാം കൂടെ അങ്ങ് കയറി കോൺഫിസിക്കേറ്റ് ചെയ്യും, കണ്ടു കെട്ടാനായിട്ട് വരും ഇല്ലേ, അല്ലെങ്കിൽ അതിൻ്റെ അത് അറ്റാച്ച് ചെയ്യും. ഇത് അയാൾക്ക് ഈ ബാക്കിയുള്ള ഇതിൻ്റെ ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ള സ്ഥലം വിറ്റ് ഒരിക്കലും തല ഉരുക്കൊണ്ട് പോകാൻ പറ്റുകയില്ല. ഇത് പലപ്പോഴും ചർച്ച ചെയ്ത വിഷയം പബ്ലിക്കിൻ്റെ ഇടയിൽ നിന്ന് വന്നതാണ്. സർക്കാർ ഇത് ആ നിയമം പാസ്സാക്കി. ഇപ്പം കളക്ടർ പറയുന്ന വാല്യുവേഷൻ അനുസരിച്ചുള്ള ബാങ്കിന് കൊടുക്കാനുള്ള കഴിഞ്ഞ് ബാക്കിയുള്ള സ്ഥലം അയക്ക് നിർബാധമായിക്ക് ഉപയോഗിക്കാം. ഇതൊരു ചെറിയ കാര്യമല്ല. അതുപോലെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നത് ബാങ്കുകാരൻ വന്ന് 3 സെൻറ്റുകാരൻ 4 സെൻറ്റുകാരൻ ഇറക്കി വിടും. ഇപ്പം കേരള സംസ്ഥാനത്ത് സ്വന്തമായി വേറെ ഭൂമിയില്ല എങ്കിൽ ഒരു 4 സെൻറ്റുകാരനെ ഒരു ബാങ്കിനും പുറത്തിറക്കി വിടാൻ പറ്റുകയില്ല. ഇതൊക്കെ ജനങ്ങൾ അനുഭവിച്ച ഏറ്റവും ചെറിയ കാര്യം ഞാൻ പറഞ്ഞു. സാധാരണ മനുഷ്യൻ അനുഭവിക്കുന്ന പ്രശ്നം ഇവിടെയൊക്കെ സർക്കാർ നന്നായിട്ട് ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കുന്ന കാര്യത്തിൽ നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ 2 ഇടതുപക്ഷ ബദൽ പല കാര്യങ്ങളും ഉള്ളത് ആദ്യമൊക്കെ ഒരു പക്ഷേ ആളുകളെ തെറ്റിദ്ധരിക്കും. നമ്മൾ പാഠഭാഗങ്ങളെക്കുറിച്ച് പാഠപുസ്തകങ്ങളെക്കുറിച്ച് അതിൻ്റെ കണ്ടൻറ്റിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ആദ്യമൊന്നും പെട്ടെന്ന് ആരും അതങ്ങോട്ട് മനസ്സിലാക്കുകയില്ല. പക്ഷേ ഇത് വരുത്തുന്നൊരു കുഴപ്പമുണ്ട്. ഒരു തലമുറകളെ ഇങ്ങനെ ആവശ്യമില്ലാതെ തെറ്റിദ്ധരിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനം അറിയാമല്ലോ. ആ ഒരു അപകടം ഇതിനകത്തുണ്ട്. അത് അത്തരം എന്താ പറയുക, നമ്മൾ പറയാറുള്ള പോലെ ചില കാര്യങ്ങളിൽ ഒരു ഇടയ്ക്ക് നിന്ന് അത്തരം വിഷയങ്ങളെ ഒന്ന് ബ്രേക്ക് ചെയ്ത് അത് ജനങ്ങളിൽ എത്തിക്കാനും അല്ലെങ്കിൽ ഈ അപകടത്തെ മനസ്സിലാക്കാനും അത് പറയുന്നത് നമ്മുടെ NCERT-യുമായി ബന്ധപ്പെട്ടത് ഉൾപ്പെടെ പല കാര്യങ്ങളിലും എടുക്കുന്ന നിലപാടുകൾ. കാരണം നമുക്കൊരു മതേതരത്വ കാഴ്ചപ്പാടുണ്ട്. മതേതരത്വ കാഴ്ചപ്പാടിനെ വെല്ലുവിളിക്കുന്ന ഒന്നിനെയും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അതൊരു ഇടതുപക്ഷ ലൈനാണ്. എല്ലാവർക്കും ഉണ്ട്. ഞാനിപ്പം ഇടതുപക്ഷ ലൈന് മറ്റവർക്കും എല്ലാ പാർട്ടികൾക്കും കാണും. പക്ഷേ ഈ ഇടതുപക്ഷ ലൈനെന്ന് പറയുമ്പോഴുണ്ടാകുന്നൊരു പ്രശ്നം നമ്മളതിനെ ചെറുത്തില്ലെങ്കിൽ ഉണ്ടാകുന്നൊരു അപകടമുണ്ട്. സാർ ഓർക്കുന്നുണ്ടെങ്കിൽ ഒരു കാലത്ത് നമ്മൾ പറഞ്ഞ കാര്യം ഇപ്പം മാധ്യമത്തിൻ്റെ രംഗത്ത് തന്നെ നമുക്കറിയാം. മാധ്യമങ്ങളിലേക്ക് വൻതോതിലുള്ള ഈ പുറത്തു നിന്നുള്ള കടന്നുവരവ് സാധാരണ നമ്മുടെ നാട്ടിലെ പ്രാദേശിക മാധ്യമങ്ങളെ വല്ലാതെ ബാധിക്കുമെന്നുള്ള ഒരു വലിയൊരു അപകടം. മാളുകൾ കടന്നു വന്നപ്പോൾ നമ്മൾ പറഞ്ഞു ചെറുകിട കച്ചവടക്കാരൻ്റെ കാര്യം ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം യഥാർത്ഥത്തിൽ ഇവരും ഈ സമൂഹത്തിൽ നിൽക്കണം. അപ്പോൾ ഈ വല്ലാതുള്ളൊരു കോർപ്പറേറ്റ് വൽക്കരണം സംസ്ഥാന ഗവൺമെൻറ് എടുത്ത നിലപാടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത്തരം കോർപ്പറേറ്റ് വൽക്കരണത്തിനെതിരെയുള്ള നിലപാടാണ്. സ്ഥാപനങ്ങൾ സ്ഥാപിക്കുമ്പോൾ ഇവിടുത്തെ തൊഴിലാളികളുടെ അവകാശങ്ങൾ നിഷേധിക്കാനോ അല്ലെങ്കിൽ ഇവിടുത്തെ തൊഴിലാളി സംഘടനകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രൂപത്തിൽ ഇവിടെ വ്യവസായങ്ങളും കാര്യങ്ങളും കടന്നു വരണമെന്നുള്ളൊരു കാഴ്ചപ്പാട് തന്നെയാണ് ആ കാര്യം. ഞാനതുകൊണ്ടാണ് പറഞ്ഞത് ഇടതുപക്ഷ സമീപനം അതാണ്. വിശാലമായ ഒരു സമീപനമാണ് ആ കാര്യത്തിൽ. അതെ അതെ അതെ.